innal hamdalillah nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina man yahdihillahu fala mudilla lahu wa man yudlilhu fala hadiya lahu ashhadu an la ilaha illallah wa ashhadu anna muhammadan abduhu wa rasuluhu arsalahu bil huda wa dinil haqq liyudhhirahu ala ad-din kullihi walau karihal mushrikun. Allahumma salli ala muhammadin wa ala ali muhammad kama sallaita ala ibrahim wa ala ali ibrahim وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس أوصيكم وإياي أولا بتقوى الله. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സ്വർഗം നിഷിദ്ധമാക്കപ്പെട്ട ആളുകൾ എന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അള്ളാഹുവിന്റെ വളരെ വലിയ അനുഗ്രഹമാണ് സ്വർഗം എന്നുള്ളത്. ആ സ്വർഗത്തിനു വേണ്ടി ധാരാളക്കണക്കിന് സൽക്രമങ്ങൾ ചെയ്യുന്ന ആളുകളാണ് ഞാനും നിങ്ങളും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞത്, ഒരു മനുഷ്യൻ, ഒരു വിശ്വാസി എല്ലാ ദിവസവും സ്വർഗത്തിനു വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്നാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, അള്ളാഹുവേ ഞാൻ നിന്നോട് സ്വർഗത്തെ ചോദിക്കുന്നു എന്ന് സദാസമയം ഒരു വിശ്വാസി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. സ്വർഗം എന്ന് പറഞ്ഞാൽ അത് അനുഭൂതികളുടെ ഭവനമാണ്. അതിലെ സുഖങ്ങളും അതേപോലെ തന്നെ പ്രതിഫലങ്ങളും നമ്മുടെ വർണ്ണനകൾക്ക് അപ്പുറമാണ്. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറയുകയുണ്ടായി, ഇന്നലിൽ മുത്തഖീന മഫാസ ഹദായിക വഅഅനാബ. തീർച്ചയായും സ്വർഗം എന്നുള്ളത് അത് ദുനിയാവിൽ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്കുള്ള പ്രതിഫലമാണ്. അതേപോലെ തന്നെ സ്വർഗത്തിൽ ധാരാളക്കണക്കിന് സുഖാനുഭൂതികൾ, പ്രതിഫലങ്ങൾ, അതേപോലെ തന്നെ സ്വർഗത്തിലെ തോട്ടങ്ങൾ വിശ്വാസികളായ ആളുകൾക്ക് അല്ലാഹു തആല ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുകയാണ്. വഇദ്ദത്ത് ലിഇബാദിസ് സ്വാലിഹീൻ എന്നാണ്. അള്ളാഹുവിന്റെ നല്ലവരായ ദാസന്മാരായ ആളുകൾക്ക് വേണ്ടിയുള്ളതാണ് സ്വർഗം എന്നുള്ളത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാല ഐനുൻ റഅത്, ഒരു കണ്ണും കാണാത്ത, വലാ ഉദ്നുൻ സമീഅത്, ഒരു ചെവിയും ഇത് കേൾക്കാത്ത, വലാ ഖതറ അലാ ഖൽബി ബശരിൻ,
മനുഷ്യ ഹൃദയങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത രൂപത്തിലുള്ള അനുഭൂതികളും സുഖങ്ങളുമാണ് ഒരു വിശ്വാസിക്ക് അല്ലാഹു തആല സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നാണ്. ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത്. നമ്മുടെ പ്രാർത്ഥനകൾ, അതേപോലെ തന്നെ നമ്മുടെ സൽപ്രവർത്തനങ്ങൾ എല്ലാം സ്വർഗത്തിന് വേണ്ടിയുള്ളതായിരിക്കണം. എന്നാൽ ചില കാര്യങ്ങൾ, ചില തിന്മകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചാൽ ആ സ്വർഗം എന്നുള്ളത് നമുക്ക് നഷ്ടമാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. സ്വർഗത്തിലേക്ക് പ്രവേശിക്കാത്ത ചില ആളുകളുണ്ട്. അതിലൊന്നാമത്തത് ലഹരി ഉപയോഗിക്കുന്ന ആളുകളാണ്. നമുക്കറിയാം, പരിശുദ്ധ ഇസ്ലാം ഹറാമാക്കിയ, നിഷിദ്ധമാക്കിയതാണ് ലഹരി എന്നുള്ളത്. സമൂഹത്തിൽ ഇന്ന് വർദ്ധിച്ചു വരുന്ന ഏറ്റവും വലിയ തിന്മയാണ് ലഹരി എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലഹരി അത് എത്ര ചെറുതാകട്ടെ നിഷിദ്ധമാണ് എന്നാണ്. കുട്ടികളിൽ, അതേപോലെ തന്നെ വിദ്യാർത്ഥികളിൽ, യുവാക്കളിൽ, മുതിർന്ന ആളുകളിലൊക്കെ ലഹരി ഇന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ആഘോഷം ഉണ്ടായാൽ, കൂട്ടുകാർ കൂടുന്ന ഒരു പാർട്ടി ഉണ്ടായാൽ അവിടെയൊക്കെ ലഹരിയാണ് ഇന്ന് യഥേഷ്ടം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ പരിശുദ്ധ ഇസ്ലാം ലഹരിയുടെ ഉപയോഗം എന്നുള്ളത് വളരെയധികം നിഷിദ്ധമാക്കുകയുണ്ടായി. ലഹരി എത്ര ചെറുതാകട്ടെ, നമ്മളൊക്കെ പലപ്പോഴും പറയും, സിഗരറ്റ് വലിച്ചാൽ അല്ലെങ്കിൽ ഒരു ബീഡി വലിച്ചാൽ അത് ലഹരിയാകുമോ? അതിനു വേണ്ടി തർക്കിക്കുന്ന ആളുകളെ വരെ നമുക്ക് കാണുവാൻ സാധിക്കും. പരിശുദ്ധ ഖുർആൻ, അതേപോലെ തന്നെ ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള അധ്യാപനം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ലഹരിയുടെ ഉപയോഗം അത് എത്ര ചെറുതാകട്ടെ അത് നിഷിദ്ധമാണ് എന്നുള്ളത്. ഒരാൾ ലഹരി ഉപയോഗിച്ചാൽ അയാളുടെ ശരീരം നശിച്ചു പോകും. വലിയ വലിയ മാറാ രോഗങ്ങൾക്ക് അവൻ അടിമപ്പെടും. ഒരുപാട് സാമ്പത്തികപരമായ നഷ്ടങ്ങൾ അവനുണ്ടാകും. ലഹരി ഉപയോഗിക്കുന്ന ഒരു കുടുംബം ഒരിക്കലും നന്നാവുകയില്ല. ആ കുടുംബം തകർന്നു പോകുമെന്ന്. സ്വന്തം മക്കൾ പോലും ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ ഇഷ്ടപ്പെടുകയില്ല എന്ന്. മാത്രവുമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയുണ്ടായി, ലാ യദ്ഖുലുൽ ജന്നത മുദ്മിനുൽ ഖംർ. മദ്യപിക്കുന്ന ആൾ, മദ്യപാനികളായ ആൾ, അവർ ഒരിക്കലും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന്. നിങ്ങൾക്കറിയാമോ, ലഹരി ഉപയോഗിക്കുന്നതിന്റെ പേരിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഓരോ ദിവസവും നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ വരെ ലഹരി ഉപയോഗിക്കുന്ന, അത്തരം വസ്തുക്കൾ വിൽക്കുന്ന ആളുകൾ പിടിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാം പറഞ്ഞതാണ് ശരി. ലഹരിയുടെ ഉപയോഗം അത് എത്ര ചെറുതാണ് എങ്കിലും തീർച്ചയായും അത് നമ്മെ നശിപ്പിക്കുക തന്നെ ചെയ്യും. അത്തരം ആളുകൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന്. നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ ഞാൻ ലഹരി ഉപയോഗിക്കുന്നവനല്ല എന്ന് തീർച്ചപ്പെടുത്തി പറയുവാൻ നമുക്ക് സാധിക്കണം. രണ്ടാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ ജ്യോത്സ്യന്മാരിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. ഇന്നും ആ രൂപത്തിലുള്ള ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു വീട് പണി ആരംഭിക്കുമ്പോൾ, മക്കളുടെ ഒരു കല്യാണം ഉണ്ടായാൽ, ഒരു കച്ചവടം, ഒരു പുതിയ ബിസിനസ് ഒരാൾ ആരംഭിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ അതിന്റെ ഭാവി അറിയുന്ന അത്തരത്തിലുള്ള ജ്യോത്സ്യന്മാരെ, തങ്ങന്മാരെ, ഭാവി പറയുന്ന, കണക്ക് നോക്കുന്ന ആളുകളെ ഇന്നും സമീപിക്കുന്ന ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, തൗഹീദുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുവാൻ അവർക്ക് സാധിക്കും. ഏതൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ അള്ളാഹുവിൽ അതിനെ ഭരമേൽപ്പിക്കും. ഞാൻ ഒരു കച്ചവടം ആരംഭിക്കണം, അതിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പഠിച്ചു, അതിന്റെ സാമ്പത്തികം റെഡിയാണ് എങ്കിൽ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ആ കച്ചവടത്തിലേക്ക് അവൻ ഇറങ്ങട്ടെ. നമ്മുടെ മക്കളുടെ ഒരു കല്യാണം നടക്കുകയാണ്, അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ അന്വേഷിച്ചു, ഓക്കെയാണ് എങ്കിൽ ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ്, അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് അവൻ ആ ബന്ധങ്ങളെ പുതുക്കട്ടെ. ഈ രൂപത്തിലുള്ള കാര്യമാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മൻ അതാ അർറാഫൻ, ഒരാൾ ഒരു കണക്ക് നോട്ടക്കാരനെ, ഒരു ഭാവി പറയുന്ന ആളെ സമീപിച്ചു.
ഫസദ്ദഖഹു ബിമാ യഖൂലു, എന്നിട്ട് ആ ഭാവി പറയുന്ന ആളുകൾ പറയുന്ന മുഴുവൻ അത് വിശ്വസിക്കുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയാണ്, ലം തുഖ്ബൽ ലഹു സ്വലാത്തുൻ 40 ലൈലതൻ, അവന്റെ 40 ദിവസത്തെ നമസ്കാരം അല്ലാഹു തആല സ്വീകരിക്കുകയില്ല എന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ നല്ല കാര്യങ്ങൾ സംഭവിക്കുകയാണ് എങ്കിൽ തൗഹീദുള്ള ആളുകൾ എന്ന നിലക്ക് നമ്മൾ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാഹുവിൽ വിശ്വാസമില്ലാതെ കണക്കുനോട്ടക്കാരെയും ജ്യോത്സ്യൻ പറയുന്ന ആളുകളെയും സമീപിക്കുന്ന ആൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിക്കുന്ന ആളുകൾ, കുടുംബങ്ങളോട് ചില ബാധ്യതകൾ പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചിരുന്നു. ആ ബന്ധങ്ങൾ ഇടക്കിടക്ക് പുതുക്കിക്കൊണ്ടിരിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ കുടുംബത്തിനു വേണ്ടി, നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരു കാര്യത്തിനു വേണ്ടി ഒരു സ്വതക്ക ചെലവഴിച്ചാൽ അവന് 2 പ്രതിഫലമുണ്ട് എന്നാണ്. ഒന്ന് സ്വതക്കയുടെ, രണ്ടാമത്തത് കുടുംബബന്ധം ചേർത്തതിന്റെ. കുടുംബബന്ധം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത ഖാത്തിഉർ റഹീം, കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിക്കുന്നവൻ, ആ ബന്ധങ്ങളെ തകർത്തെറിയുന്നവൻ, അവർ ഒരിക്കലും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. കുടുംബ ബന്ധങ്ങൾ അത് എപ്പോഴും പുലർത്താൻ, ആ ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കാൻ, അത് നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്, വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന തിരിച്ചറിവ് സഹോദരങ്ങളെ, സഹോദരിമാരെ നമുക്കുണ്ടാകണം. ചെറിയ കാര്യങ്ങളുടെയൊക്കെ പേരിൽ കുടുംബങ്ങൾ പരസ്പരം മിണ്ടാതെ മാറി നിൽക്കുന്ന ഒരുപാട് ബന്ധങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരിക്കലും അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ പാടില്ല. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞ മറ്റൊരു വിഭാഗമാണ് കൊടുത്ത കാര്യങ്ങൾ എടുത്തു പറയുന്ന ആളുകൾ. ഒരാൾക്ക് നമ്മൾ ഒരു നന്മ ചെയ്തു, അല്ലെങ്കിൽ ഒരാളെ നമ്മൾ സഹായിച്ചു, ആ സഹായിച്ച കാര്യം ആളുകൾക്കിടയിൽ എടുത്തു പറഞ്ഞ് ആ സഹായിച്ച ആളെ പ്രയാസപ്പെടുത്തുന്ന ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. അത്തരം ആളുകളെ അൽ മന്നാൻ എന്നാണ് ഹദീസുകൾ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഒരാളെ സഹായിച്ചത് അത് എടുത്തിങ്ങനെ പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, സലാസത്തുൻ, 3 വിഭാഗം ആളുകളോട് ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല അവരോട് സംസാരിക്കുകയില്ല. വലാ യുസക്കീഹിം, അവരെ സംസ്കരിക്കുകയില്ല. വലാ യൻദുറു ഇലൈഹിം, അവരിലേക്ക് നോക്കുകയില്ല. വലഹും അദാബുൻ അലി, ആ 3 വിഭാഗങ്ങൾക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. ഏതാണ് ആ 3 വിഭാഗം? ഒന്ന് അൽ മന്നാൻ, ഒരാൾക്കൊരു സഹായം ചെയ്തത് അത് എടുത്തു പറഞ്ഞ് അയാളെ പ്രയാസപ്പെടുത്തുന്നവൻ. ഒരു നന്മ ചെയ്തത് അത് ആളുകൾക്കിടയിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്നവൻ, അതിന്റെ പേരിൽ പ്രശസ്തി ആഗ്രഹിക്കുന്ന ആൾ. അത്തരത്തിലുള്ള ആളുകൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന. രണ്ടാമത്തെ വ്യക്തി അൽ മുസ്ബിൽ എന്ന, വസ്ത്രം വലിച്ചഴക്കുന്നവൻ. പരിശുദ്ധ ഇസ്ലാം വസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരുപാട് മര്യാദകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിലൊന്നാണ് പുരുഷന്മാരായ ആളുകൾ ഞെരിയാണിക്ക് മീതെ വസ്ത്രം ധരിക്കണം എന്നുള്ളത്. വസ്ത്രം വലിച്ചിഴക്കുന്ന ആൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന്. മൂന്നാമത്തെ വിഭാഗം അളവിലും തൂക്കത്തിലും, അതേപോലെ തന്നെ കച്ചവടങ്ങളിൽ, കച്ചവടം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ബിസിനസ് ഉണ്ടോ അതിൽ കൃത്രിമത്വം കാണിക്കുന്ന ആളുകൾ, അതിൽ കളവുകൾ നടത്തുന്ന ആളുകൾ, അത്തരത്തിലുള്ള ആളുകൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. മറ്റൊരു വിഭാഗം അയൽവാസികളെ ഉപദ്രവിക്കുന്നവരാണ്. നമുക്കൊക്കെ ഒരുപാട് അയൽവാസികൾ ഉണ്ടാകും. നമുക്കൊരു പ്രയാസം ഉണ്ടായാൽ ആദ്യമായി കൊണ്ട് ഓടിയെത്തുക ഒരു പക്ഷേ അയൽവാസികളായിരിക്കും. ആ അയൽവാസികളോട് ചില ബാധ്യതകളുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയുണ്ടായി. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം ജാറഹു, ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ അവന്റെ അയൽവാസിയെ ആദരിക്കട്ടെ എന്ന്.
അയൽവാസികളോട് മോശമായ രൂപത്തിൽ പെരുമാറുന്നവൻപ്പെട്ടവനല്ല എന്ന്. പലപ്പോഴും ഇന്നൊക്കെ നമ്മുടെ നാടുകളിൽ അയൽപ്പക്കങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്ന് അതിർത്തിയുടെ പേരിലായിരിക്കും. അതിർത്തിയുടെ പേരിൽ എപ്പോഴും നമ്മൾ അയൽവാസികളുമായി തർക്കത്തിലായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലെ വേസ്റ്റ് വെള്ളം അല്ലെങ്കിൽ വേസ്റ്റായ കാര്യങ്ങൾ അയൽവാസിയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് എങ്കിൽ അത് അവനെ ഉപദ്രവിക്കലാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഒരു മരം അയൽവാസിക്ക് ഉപദ്രവമായ രൂപത്തിൽ ഉണ്ട് എങ്കിൽ അത് മുറിക്കണമെന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത്രത്തോളം അയൽവാസിയെ നമ്മൾ ആദരിക്കേണ്ടതുണ്ട്, ബഹുമാനിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, കറിയിൽ വെള്ളം ചേർത്തുകൊണ്ടെങ്കിലും നിങ്ങൾക്കൊരു അയൽക്കാരനുണ്ട് എങ്കിൽ അവരെ പരിഗണിക്കണം. നമ്മുടെ അയൽവാസി അവൻ പട്ടിണിയിലാണ്, ഭക്ഷണത്തിനും മറ്റു കാര്യങ്ങൾക്കും പ്രയാസപ്പെടുന്നുണ്ട് എങ്കിൽ വയർ നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ മുസ്ലിം അല്ല, അവൻ ഇസ്ലാം അല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയും. അത്രത്തോളം ബാധ്യത അയൽവാസിയോടുണ്ട്. നമ്മുടെ അയൽപക്ക മര്യാദകൾ, അയൽവാസിയുമായിട്ടുള്ള ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മുടേത് എങ്ങനെയാണ് എന്ന് നമ്മൾ പരിശോധിക്കണം. പലപ്പോഴും പല ആളുകളും പല നാടുകളിലും ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി അയൽപ്പക്കങ്ങളിൽ തർക്കങ്ങളും അതിന്റെ പേരിൽ പിണങ്ങി നിൽക്കുന്നവരെയും നമുക്ക് കാണുവാൻ സാധിക്കും. ഇസ്ലാം അത്തരം കാര്യങ്ങളെ വിരോധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അയൽവാസിയെ ഉപദ്രവിക്കുന്നവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. വസ്ത്രം ധരിച്ചിട്ടും തന്റെ നഗ്നത മറയാത്ത സ്ത്രീകൾ, വസ്ത്രം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഔറത്ത് മറക്കാൻ വേണ്ടിയാണ്. ഒരു വിശ്വാസി, ഒരു സ്ത്രീ വസ്ത്രം ധരിക്കുന്നതോടുകൂടി അവളുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും മറഞ്ഞിരിക്കണമെന്ന് അതാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. മുൻകൈയും മുഖവും ഒഴിച്ചിട്ടുള്ള എല്ലാ ഭാഗങ്ങളും അന്യ പുരുഷന്മാരിൽ നിന്ന് ഒരു സ്ത്രീ മറച്ചിരിക്കണം. അതാണ് ഇസ്ലാമിക നിയമം എന്ന് പറഞ്ഞാൽ. ഇന്ന് നമ്മുടെ വസ്ത്രത്തിന്റെ കാര്യങ്ങൾ, അതിന്റെ അവസ്ഥകളൊന്ന് പരിശോധിച്ചു നോക്കൂ. വസ്ത്രം ധരിച്ചിട്ടുണ്ടാകും, പക്ഷെ ഔറത്ത് മറയൂല. വസ്ത്രം ധരിച്ചിട്ടും ശരീരത്തിന്റെ ഭാഗങ്ങൾ പ്രദർശിപ്പിച്ച് നടക്കുന്ന ഒരുപാട് സ്ത്രീകളെ അത് മുസ്ലിം കുടുംബങ്ങളിലുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സഹോദരിമാരുടെ കൂട്ടത്തിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, ലാ യദ്ഖുലൂനൽ ജന്ന, അവർ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന്. വലാ യജിദൂന റീഹഹ, ആ സ്വർഗ്ഗത്തിന്റെ പരിമളം പോലും അത്തരം സ്ത്രീകൾ, വസ്ത്രം ധരിച്ചിട്ടും ഔറത്ത് മറയാത്ത സ്ത്രീകൾ, അവർ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗവും നരകവും എനിക്ക് കാണിക്കപ്പെട്ടു. നരകത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് സ്ത്രീകളെയാണ്. അത് അവരെ ആക്ഷേപിക്കലല്ല, അവർക്ക് നൽകുന്ന ഉപദേശമാണ്. അവർ ഇസ്ലാമികപരമായ മര്യാദകൾ, വസ്ത്രത്തിന്റെ കാര്യത്തിൽ, അവരുടെ ജീവിതത്തിന്റെ കാര്യത്തിൽ ആ മര്യാദയോടുകൂടി ജീവിക്കട്ടെ എന്ന്. ഔറത്ത് ആളുകൾക്കിടയിൽ പ്രദർശിപ്പിക്കുന്നത് വലിയ ഭംഗിയാണ് എന്ന് വിശ്വസിക്കുന്ന സഹോദരിമാരെ നമുക്ക് കാണുവാൻ സാധിക്കും. പരിശുദ്ധ ഇസ്ലാം വസ്ത്രം എന്ന് പറഞ്ഞാൽ അതൊരു സുരക്ഷയുടെ ഭാഗമായി കൊണ്ടാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ആ മര്യാദയോടുകൂടി അതാണ് ഭംഗി എന്ന് വിശ്വസിച്ച് ആ മര്യാദയിൽ നമ്മുടെ സഹോദരിമാർ മുന്നോട്ട് പോകട്ടെ. അത് അവർക്ക് നന്മയെ കൊണ്ടുവരികയുള്ളൂ, അതിന്റെ പേരിൽ അവർക്ക് പ്രതിഫലം ലഭിക്കും എന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഈ രൂപത്തിലുള്ള തിന്മകൾ ഇത്തരം വിഭാഗങ്ങളിൽ നമ്മൾ പെടുകയാണ് എങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ ദിനേന സൽക്രമങ്ങൾ ചെയ്യുന്ന സ്വർഗം എന്നുള്ളത് അത് നമുക്ക് നഷ്ടമാകും. ഇത്തരം വിഭാഗങ്ങളിൽ നമ്മൾ പെടാൻ പാടില്ല. ഇത്തരം തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ല. അള്ളാഹു നമ്മെ ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്.
നമ്മളൊക്കെ ഒരു അവധിക്കാലത്താണുള്ളത്. നമ്മുടെ മക്കൾക്ക് ലഭിക്കുന്ന 2 മാസത്തെ വേനലവധി, അതിന്റെ ഏകദേശം 1 മാസം പിന്നിട്ട് കഴിഞ്ഞു. മക്കളെ സംബന്ധിച്ചിടത്തോളം അവധിക്കാലം എന്ന് പറഞ്ഞാൽ 10 മാസം അവർ പഠനത്തിന്റെയും അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനവുമായി ബന്ധപ്പെട്ട തിരക്കുകളിലായിരുന്നു. ഈ 2 മാസം അവരെ നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നതാണ് ഒരു രക്ഷിതാവ് എന്ന നിലക്ക് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ മക്കളെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിപ്പിക്കാനുണ്ട്. മക്കൾ എന്ന് പറഞ്ഞാൽ അത് നമ്മെ സംബന്ധിച്ചിടത്തോളം അമാനത്താണ്, അതോടൊപ്പം പരീക്ഷണവുമാണ്. നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ മക്കൾ അതേപോലെ അവരുടെ ജീവിതത്തിൽ അനുകരിക്കും. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അതേപോലെ കോപ്പിയടിക്കും. അതുകൊണ്ട് മക്കളോട് നല്ല കാര്യങ്ങൾ ഉപദേശിക്കുമ്പോൾ ആ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ കൂടിയുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കണം. പലപ്പോഴും നമ്മളൊക്കെ മക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു ഉപദേശകർ മാത്രമായിക്കൊള്ളണമെന്നില്ല. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് അവർക്ക് ലഭിക്കേണ്ടതുണ്ട്. അതിനെയാണ് തർബിയത്ത് എന്ന് പറയുന്നത്. നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ വേണ്ട ഇസ്ലാമികപരമായ ഒരുപാട് കാര്യങ്ങൾ, അത് തൗഹീദാകട്ടെ, നമസ്കാരത്തെ പറ്റിയിട്ടുള്ള അറിവാകണം, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത്, ഇങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ഒരുക്കി കൊടുക്കൽ രക്ഷിതാവ് എന്ന നിലക്ക് നമ്മുടെ മേലുള്ള ബാധ്യതയാണ്. നമ്മുടെ മുൻകഴിഞ്ഞ പ്രവാചകന്മാരൊക്കെ, മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മക്കളെ അള്ളാഹു ആരാണ് എന്നും തൗഹീദ് എന്താണ് എന്നും അവരുടെ ജീവിതത്തിൽ വേണ്ട എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുത്തിരുന്നു എന്നാണ്. ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം തന്റെ മകന് നൽകുന്ന ഒരുപാട് ഉപദേശങ്ങൾ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇതുപോലെ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണമാസന്നമായ സമയത്ത് തന്റെ മക്കളെ വിളിച്ചിട്ട്, ഞാൻ നിങ്ങൾക്ക് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നിട്ടില്ലേ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അത് വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. നമ്മുടെ മക്കൾക്ക് നമ്മളിൽ നിന്ന് കിട്ടേണ്ട കാര്യങ്ങൾ തീർച്ചയായും അത് അവർക്ക് ലഭിച്ചിരിക്കണം. നമ്മുടെ മക്കൾക്ക് കൃത്യമായ ഇസ്ലാമികപരമായ കാര്യങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കാൻ മദ്രസ വിദ്യാഭ്യാസം, അതേപോലെ തന്നെ ഭൗതികപരമായ കാര്യങ്ങൾ, ഒരു നല്ല ജോലി അവർക്ക് ലഭിക്കുന്നത് വരെ, അതേപോലെ തന്നെ നമ്മുടെ മക്കൾ നമ്മൾ വിട പറയുന്നത് വരെ ആ മക്കളോടുള്ള ബാധ്യതകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. മക്കളെ ഉപദേശിക്കാൻ പ്രായം എന്നുള്ളത് തടസ്സമല്ല. ഏത് പ്രായത്തിലും നമ്മുടെ ഉപദേശം സ്വീകരിക്കാൻ മക്കൾക്ക് സാധിക്കും. അവരെ ഓരോ സമയങ്ങളിൽ അവരെ ഉപദേശിക്കാൻ, കൃത്യമായ നിർദ്ദേശങ്ങൾ അവർക്ക് നൽകാൻ, അത് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ നമ്മളൊക്കെ പരമാവധി ശ്രമിക്കേണ്ടതുണ്ട്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ പ്രായം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മരിക്കുമ്പോൾ 13 വയസ്സാണ്. എത്ര ചെറുപ്പാണ് നോക്കിയ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അദ്ദേഹത്തിന് നൽകുന്ന 6 ഉപദേശങ്ങളുണ്ട്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കൂടെ ഒരു യാത്രയിലാണ്. ആ യാത്രയിൽ പ്രവാചകൻ എനിക്ക് 6 ഉപദേശങ്ങൾ നൽകിയെന്ന്. അന്ന് എന്റെ പ്രായം എന്ന് പറഞ്ഞാൽ 10 വയസ്സാണ്. എന്നിട്ട് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് പ്രവാചകൻ നൽകിയ ഉപദേശങ്ങളെ അദ്ദേഹം എടുത്തു പറയും. ഒന്നാമത്തെ കാര്യം, നീ എവിടെയായാലും അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന്. അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹു നിന്നെ സംരക്ഷിക്കും. രണ്ടാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അദ്ദേഹത്തിന് നൽകിയ ഉപദേശം എന്ന് പറഞ്ഞാൽ, വീണ്ടും നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക എല്ലാ മേഖലകളിലും.
ജീവിതത്തിന്റെ ഏതൊക്കെ മേഖലകളുണ്ടോ അവിടെയെല്ലാം അള്ളാഹുവിനെ സൂക്ഷിക്കുക. അങ്ങനെയാണ് എങ്കിൽ അള്ളാഹുവിനെ നിനക്ക് കണ്ടെത്താൻ സാധിക്കും. മൂന്നാമത്തെ കാര്യം, നീ ചോദിക്കുകയാണ് എങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞാനും നിങ്ങൾ. ആ കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കാനാണ് പറയുന്നത്. നാലാമത്തെ കാര്യം, നീ സഹായം തേടുകയാണ് എങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടുക, വേറൊരു ശക്തിയോടും സഹായം തേടരുത്. അഞ്ചാമതായി പറഞ്ഞത്, നീ അറിയുക, ഒരു സമൂഹം മുഴുവൻ നിനക്ക് നന്മ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചാൽ അള്ളാഹു തീരുമാനിച്ചതല്ലാതെ നടക്കുകയില്ല എന്ന്. ആറാമതായി പറഞ്ഞത്, നീ അറിയുക, ഒരു സമൂഹം മുഴുവൻ നിനക്ക് തിന്മ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചാൽ അള്ളാഹു തീരുമാനിച്ചതല്ലാതെ നടക്കുകയില്ല എന്ന്. ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ വളരെ ചെറുപ്പത്തിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രായം നോക്കാതെ സ്വഹാബികൾക്ക്, തങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് കൈമാറിയിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ അവധിക്കാലത്ത് ഒരുപാട് ക്യാമ്പുകൾ, മോറൽ സ്കൂളുകൾ, മോറൽ ക്ലാസുകളൊക്കെ നമ്മുടെ നാടുകളിൽ സുലഭമായി നടക്കുന്ന സമയമാണ്. നമ്മുടെ മക്കൾക്ക് അത്തരം ക്ലാസുകൾ, ക്യാമ്പുകൾ ലഭിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക. അതേപോലെ തന്നെ ഒരു പുതിയ അധ്യയന വർഷം കൂടി നമ്മളിലേക്ക് വന്നെത്തുകയാണ്. നമ്മുടെ മക്കൾക്ക് നല്ല കോഴ്സുകൾ, ജോലി സാധ്യതകൾ, അതൊക്കെ നമ്മളിങ്ങനെ അന്വേഷിച്ച് അതിനെ കണ്ടെത്തുക. നമ്മുടെ മക്കൾക്ക് ഇസ്ലാമികപരമായ അന്തരീക്ഷങ്ങൾ ലഭിക്കുന്ന, തിന്മകളില്ലാത്ത ക്യാമ്പസുകളെ തെരഞ്ഞെടുക്കുവാൻ വേണ്ടി നമ്മൾക്ക് പരിശ്രമിക്കും. നമസ്കാര സൗകര്യം, അതേപോലെ നമ്മുടെ കുട്ടികളുടെ മോറൽ, അവരുടെ നല്ല കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന അത്തരം ക്യാമ്പസുകളൊക്കെ നമ്മൾ തെരഞ്ഞെടുക്കുവാൻ വേണ്ടി പരിശ്രമിക്കും. മക്കൾ എന്ന് പറഞ്ഞാൽ അമാനത്താണ്. അത് വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യാൻ, അവരുമായി സമയം ചെലവഴിക്കുക. നോക്കൂ, സംഘടിതമായി ഭക്ഷണം കഴിക്കുന്നത് വരെ ബർക്കത്തുണ്ട് എന്ന്. നമ്മളിങ്ങനെ ഒറ്റക്കൊറ്റക്ക് ഭക്ഷണം കഴിക്കുന്നതിന് പകരം നമ്മുടെ വീടുകളിൽ, നമ്മുടെ വീട്ടിലെ എല്ലാ ആളുകളും നമ്മളൊരു സമയം നിശ്ചയിച്ച് എല്ലാ സമയങ്ങളിലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ വരെ ബർക്കത്തുണ്ട് എന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ സമയത്ത് വരെ നമ്മുടെ കുട്ടികളുടെ ഭാവി കാര്യങ്ങൾ അവരുമായി ചർച്ച ചെയ്യുവാൻ നമുക്ക് സാധിക്കും. ആ അവസരം വരെ നമ്മൾ ഉപയോഗപ്പെടുത്തും. ഈ രൂപത്തിൽ മക്കളെ കൃത്യമായ ഇസ്ലാമികപരമായ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമ്മൾ പരിശ്രമിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളൊക്കെ പത്രമാധ്യമങ്ങളിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ്, കാശ്മീരിൽ ഒരു ടൂറിസ്റ്റ് പ്രദേശത്ത് ഏകദേശം 30ഓളം ആളുകളെ അവരുടെ മതം ചോദിച്ചുകൊണ്ട് ആക്രമിക്കുകയും അവരെ കൊലപ്പെടുത്തുകയും ചെയ്ത വാർത്തകൾ 3-4 ദിവസമായി നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ഇസ്ലാമിന്റെ നിലപാട് എന്ന് പറഞ്ഞാൽ, ഒരാളെ അന്യായമായി വധിക്കുന്നത് ലോകത്തുള്ള മുഴുവൻ ആളുകളെയും വധിക്കുന്നതിന് തുല്യമാണ്. ഒരാൾക്ക് നമ്മളൊരു പുതുജീവൻ നൽകുന്നത്, ഇതിലുള്ള എത്ര ആളുകളുണ്ടോ അവർക്കൊക്കെ ജീവൻ നൽകിയതിന് തുല്യമാണ് എന്ന് പഠിപ്പിക്കുന്ന മതമാണ് പരിശുദ്ധ ഇസ്ലാം. നേരത്തെ അയൽവാസികളുടെ കാര്യം നമ്മൾ സൂചിപ്പിച്ചു. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച്, അവൻ ഏതു മതക്കാരനാകട്ടെ, വയറ് നിറച്ചുണ്ണുന്നവൻ നമ്മളിൽ പെട്ടവനല്ല എന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരു സമൂഹത്തിൽ ഫിത്ന ഉണ്ടാക്കുന്നത്, അക്രമങ്ങൾ അഴിച്ചുവിടുന്നത് അൽ ഫിത്നതു അശദ്ദു മിനൽ ഖത്ൽ എന്നാണ്. കൊലപാതകത്തെക്കാൾ ഏറ്റവും വലിയ വൻ പാപമാണ് ഒരാൾ ആളുകൾക്കിടയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുക. ഇന്ന് മതത്തിന്റെ പേരിൽ വർഗീയതകൾ പറയുന്ന, മതത്തിന്റെ പേരിൽ ഭീകരാക്രമണങ്ങൾ അഴിച്ചുവിട്ട് പാവപ്പെട്ട ഏതു മതക്കാരനാകട്ടെ ആളുകളെ കൊല്ലുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരുപക്ഷെ അവർ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ തന്റെ ജീവിതത്തിൽ പാലിക്കുന്നവരെ താടി വെക്കുന്നവരുണ്ടാകും, ആളുകളെ കൊല്ലുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുന്നവരുണ്ടാകും. അതൊക്കെ ഏത് ഇസ്ലാമാണ് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരാളെയും ആക്രമിക്കാൻ വേണ്ടി പറയുന്ന മതമല്ല. ഇസ്ലാം എന്ന പദത്തിന്റെ അർത്ഥം തന്നെ സമാധാനം എന്നാണ്. ആ സമാധാനത്തിന്റെ വാഹകരാണ് നമ്മൾ.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ 10 കൊല്ലം മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു സേവനമനുഷ്ഠിച്ചു. ആ 10 കൊല്ലത്തിന്റെ ഇടക്ക് പ്രവാചകർ അദ്ദേഹത്തോട് ചേ എന്ന ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. ആ പ്രവാചകന്റെ അനുയായികളാണ് നമ്മൾ ഒരിക്കലും ഭീകരവാദികളാകാൻ പാടില്ല. ഇത്തരത്തിലുള്ള അക്രമങ്ങൾക്കെതിരെ രാജ്യത്തിന്റെ കൂടെ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടവരാണ് നമ്മൾ. ഒരുപാട് ആളുകൾ ഇന്നും അതിന്റെ പേരിൽ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു അക്രമത്തിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ പീഡിതരാവുക രാജ്യത്തെ മുസ്ലിങ്ങളായിരിക്കും. ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നിരന്തരമായി മുസ്ലിങ്ങളുടെ പേരിൽ കുതിര കയറുന്ന ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. അവർക്കെതിരിൽ മാതൃകാപരമായി സമാധാനത്തോടെ ജീവിക്കുവാൻ, പരിശുദ്ധ ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമാധാനമാണ്. ഈ രാജ്യം എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും അതനുസരിച്ചുകൊണ്ട് ജീവിക്കാനും ഭരണഘടന അനുവാദം നൽകുന്ന മണ്ണാണ്. ആ രൂപത്തിൽ സമാധാനത്തോടെ ഒരാൾക്കെതിരിലും പ്രകോപനമില്ലാതെ വർഗീയതയില്ലാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ഇത്തരത്തിലുള്ള വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലെ എല്ലാവിധ തിന്മകളെയും അല്ലാഹു തആല പുറത്തു മാപ്പാക്കി തന്ന് അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ കർമ്മങ്ങളെയും പരലോകത്ത് സ്വീകരിക്കപ്പെടുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമെന്നാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടുപോയ ഞങ്ങളുടെ കുടുംബക്കാരായ ആളുകൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, പണ്ഡിതന്മാരായ ആളുകൾ, അവരുടെ ഖബറിടത്തെ നീ വിശാലമാക്കി കൊടുക്കണമെന്നാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ കച്ചവടങ്ങളിൽ, ജോലികളിൽ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണമെന്നാണ്. അല്ലാഹുവേ, ഞങ്ങളിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹുവേ, അവരുടെ രോഗങ്ങൾക്ക് നിശമനം നൽകി അനുഗ്രഹിക്കണമെന്നാണ്. അല്ലാഹുമ്മ ഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന والمسلمات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا